എന്നെ പോലെ അത്ര ഹെയർ സ്റ്റൈൽസ് ഒന്നും വശമില്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള രണ്ടുമൂന്ന് ഹെയർ സ്റ്റൈൽസ് ആണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് നല്ലൊരു ബുഷ് എടുത്തിട്ട് ഹെയർ ഫുൾ ഒന്ന് കിട്ടാം. പിന്നെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടി എടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്ട്രൈറ്റ്നർ ഉണ്ട്, ആ ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന മുടി മാത്രം ജസ്റ്റ് സ്ട്രൈറ്റ് ചെയ്ത് ഒന്ന് കേൾ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലുക്ക് സെറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ മിക്കപ്പോഴും ഈ ഒരു ലുക്കാണ് ചെയ്യാറ്. പാടുമില്ല, ഇതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റൈൽ വന്നിട്ട് നമുക്ക് മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സൈഡ് പിരിച്ച് കൊടുത്തിട്ട് ഒരു കോൾ സൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ഒരു ക്രാബ് എടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് മുടി എടുത്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു ലുക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെയൊക്കെ മുടി കെട്ടാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് കെട്ടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റൈൽ നോക്കാം. സെയിം സ്റ്റൈൽ തന്നെയാണ്. നടുക്ക് നമ്മൾ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഓരോ സൈഡിൽ നിന്ന് നമുക്ക് മുടി എടുത്തിട്ട് ഇങ്ങനെ പിരിച്ച് കെട്ടി കൊടുക്കാം. ഒരു സൈഡിൽ ഒരു 4 തവണ പിരി വരാൻ പാകത്തിനാണ് നമ്മൾ കെട്ടുന്നത്. അപ്പൊ എന്നിട്ട് നമുക്ക് മറ്റേ സൈഡിലും അങ്ങനെ തന്നെ കെട്ടി കൊടുക്കാം. ദെൻ നമുക്ക് കോൾ സൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. ദെൻ നമുക്ക് ആദ്യം കാണിച്ച പോലെ തന്നെ കുറച്ച് മുടി എടുത്തിട്ട് ക്രാബ് കുത്താം. ആൻഡ് ഓൾവേസ് ഞാൻ ഈ ഒരു സ്റ്റൈലാണ് ചെയ്യണേ. എനിക്കിതൊക്കെയാണ് അറിയാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റും. ആദ്യം നമുക്ക് മുടി ഒന്ന് പുട്ടപ്പ് ചെയ്ത് കെട്ടി വെക്കാം. ദെൻ അതൊരു ബുഷ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. നമുക്ക് മീഷോന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഇത് അടിപൊളിയാണ്, വളരെ റേറ്റും കുറവാണ്. എന്നിട്ട് നമുക്ക് അതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് യൂപിൻ വെച്ചതൊന്ന് സെക്യൂർ ചെയ്ത് അപ്പൊ നമ്മുടെ ലുക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനോട് ഒരു മുല്ലപ്പൂ ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്കൊരു ട്രഡീഷണൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് മുല്ലപ്പൂവിന്റെ സ്ഥാനത്ത് റോസോ അല്ലെങ്കിൽ ജിപ്സം ഫ്ലവേഴ്സോ ഒക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു നല്ല അടിപൊളി റിസപ്ഷൻ ലുക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതെന്റെ ഒരു ഗോ ടു ഹെയർ സ്റ്റൈൽ ആണ്. ആൻഡ് ഇതൊക്കെയാണ് എനിക്ക് അറിയുന്നത്. പിന്നെ ഇതുപോലൊരു ടോപ്പ് തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഒക്കേഷനും അടിപൊളിയായിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.